അഡ്വക്കേറ്റ് നിബിൻ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ BJPയുടെ നിലപാട് എന്താണ്? നോക്കൂ, നേരത്തെ നമ്മുടെ പ്രൊഫസർ റോണിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായത്, അതായത് UDFൻ്റെ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ RSSും BJPയും CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നൊരു സംശയം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? ശ്രീ അനിൽ നമ്പ്യാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കുറിപ്പ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടാനുള്ള കാരണം ഭയമാണ്. ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധകരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും. അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ യുവാക്കളെ സ്വാധീനിക്കുമെന്നും അതുവഴി നരേന്ദ്രമോദിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമായി അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നതും ഈ ചർച്ച വഴിതിരിച്ചു വിടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെമി കണ്ടക്ടർ ചിപ്പ്. ഈ വർഷാവസാനം നമ്മൾ ഭാരതത്തിൻ്റെ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുമെന്നത് വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. സൗത്ത് കൊറിയയും ചൈനയും അമേരിക്കയും ആശ്രയിക്കുന്ന നമ്മൾ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതാണ്. അതുപോലെ 1,00,000 കോടി രൂപയുടെ പദ്ധതിയാണ് വികസിത ഭാരത റോസ്ഗാർ യോജനയുടെ ഭാഗമായി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15,000 രൂപ പുതിയ തൊഴിൽ ദാതാക്കളായ യുവാക്കൾക്ക് പ്രതിമാസം 15,000 രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10ഓളം ആണവ റിയാക്ടറുകൾ ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുമൂലം നമ്മൾ 10 മടങ്ങ് 2047 ആകുമ്പോഴേക്കും 10 മടങ്ങ് നമ്മുടെ ആണവ ശേഷി വർദ്ധിപ്പിക്കും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. MSME സെക്ടറിൽ അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സെക്ടറിൽ നികുതി ഇളവ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ സവർക്കറുടെ കാര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ AKGയെ തള്ളിപ്പറയേണ്ടതായി വരും. 1957 ലോകസഭയിൽ ഒരു ബില്ല് മൂവ് ചെയ്യുകയുണ്ടായി. സവർക്കറുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ സേവനങ്ങൾ രാജ്യം അംഗീകരിക്കണമെന്ന് രാജാ മഹേന്ദ്ര പ്രതാപ് ലോകസഭയിൽ ഒരു ബില്ല് മൂവ് ചെയ്യുകയും അത് പക്ഷേ പരാജയപ്പെടുകയുണ്ടായ സാഹചര്യം ഉണ്ടായി. 48 വോട്ടുകൾക്ക് അത് പരാജയപ്പെട്ടു. ആ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത ആളാണ് AK ഗോപാലൻ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ AK ഗോപാലനെ തള്ളിപ്പറയണം. AK ഗോപാലൻ അന്ന് പിന്തുണച്ച തെറ്റാണെന്ന് അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതെ 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 തീർച്ചയായും സവർക്കർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സവർക്കർ 1905 ബാലഗംഗാധർ തിലകനുമായി സമ്പർക്കത്തിലാവുകയും ബംഗാൾ വിഭജനത്തെ തുടർന്ന് വസ്ത്രം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രിട്ടനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് സവർക്കർ. അദ്ദേഹം ശിപായി ലഹള എന്ന് വിളിക്കരുത് എന്നും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് വാർ, ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും ലോകത്തോട് പറഞ്ഞ ആളാണ് സവർക്കർ. 1911 ജയിൽവാസം അനുഷ്ഠിച്ച് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ജയിൽവാസം അനുഷ്ഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും സ്വാതന്ത്ര്യ സമരം ജയിലിൽ തുടരുകയും ചെയ്ത ആളാണ് സവർക്കർ. സവർക്കറിൻ്റെ സംഭാവനകൾ കുറച്ചു കാണിക്കാനോ സവർക്കറെ ലഘൂകരിച്ച് കാണാനോ ഒരു ഭാരതീയനും സാധിക്കില്ല. 1956 വരെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. SA ഡാങ്കയും BT രണദിവയും റഷ്യയിൽ ചെന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവിടുന്ന് മനസ്സിലാക്കി പിന്നീട് ഈ ഭാരതത്തിൽ തിരിച്ചു വന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ആൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ചരിത്രം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പങ്കുമില്ല എന്ന വസ്തുത നമുക്കറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന തികച്ചും ഭയം കൊണ്ടുണ്ടായെന്നോ എന്നത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ.